പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ അപകീർത്തികരമായ പരാമർശങ്ങൾ വിവാദമായതോടെ 3 മന്ത്രിമാരെ മാലിദ്വീപ് സർക്കാർ സസ്പെൻഡ് ചെയ്തു. ലക്ഷദ്വീപിൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ പ്രധാനമന്ത്രി പങ്കുവച്ച സമൂഹ മാധ്യമ പോസ്റ്റിനെതിരെ മാലിദ്വീപിലെ ഡെപ്യൂട്ടി മന്ത്രിമാരായ മറിയം ഷിയുന, മൽഷ ഷെരീഫ്, അബ്ദുള്ള മഹസും മജീദ് എന്നിവർ നടത്തിയ പരാമർശങ്ങളിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധമറിയിച്ചിരുന്നു. മന്ത്രിമാരുടേത് വ്യക്തിപരമായ അഭിപ്രായ പ്രകടനങ്ങളായിരുന്നുവെന്നും ഔദ്യോഗിക നിലപാടല്ലെന്നും വിശദീകരിച്ച ശേഷമാണ് മാലിദ്വീപ് സർക്കാർ 3 പേർക്കെതിരെയും നടപടിയെടുത്തത്. ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ തുടർച്ചയായി അവിടേക്ക് സന്ദർശകരെ ക്ഷണിച്ച് പ്രധാനമന്ത്രി കഴിഞ്ഞ വ്യാഴാഴ്ച എക്സിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഇത് മാലിദ്വീപ് ടൂറിസത്തെ തകർക്കാനാണെന്ന് അവിടുത്തെ മന്ത്രിമാരടക്കം ആരോപിച്ചു. കൂടുതൽ ഗുരുതര പദപ്രയോഗങ്ങൾ മന്ത്രി മറിയം ഷിയുനയുടേതായിരുന്നു. മോദി കോമാളിയാണെന്നും ഇസ്രായേലിന്റെ കയ്യിലെ പാവയാണെന്നുമുള്ള പരാമർശങ്ങൾ അവർ പിന്നീട് പിൻവലിച്ചു. മന്ത്രി ഉപയോഗിച്ച ഭാഷ ചൂണ്ടിക്കാട്ടിയും സർക്കാരിന്റെ നിലപാടാരാഞ്ഞും മാലിദ്വീപ് മുൻ പ്രസിഡന്റ് മുഹമ്മദ് നഷീദ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളും രംഗത്തെത്തിയതിനു പിന്നാലെയാണ് സർക്കാർ നടപടിക്ക് തയ്യാറായത്. മാലിദ്വീപ് വിദേശകാര്യ മന്ത്രാലയത്തിന്റേതുൾപ്പെടെ പല ഔദ്യോഗിക വെബ്സൈറ്റുകളും ഇന്ത്യയിൽ ലഭ്യമല്ലാതായി. മന്ത്രി അബ്ദുള്ള മഹസും മജീദ് തന്റെ എക്സ് അക്കൗണ്ട് മരവിപ്പിച്ചു. മറിയം ഷിയുനയുടെ പരാമർശങ്ങളിൽ പ്രതിഷേധിച്ച് മാലിദ്വീപിനെ ബഹിഷ്കരിക്കൂ, ഇന്ത്യൻ ദ്വീപുകളെ കൂടുതലറിയൂ എന്ന ആഹ്വാനത്തോടെ ഇന്ത്യയിൽ സമൂഹമാധ്യമ പ്രചാരണമുയർന്നു. ലക്ഷദ്വീപ് ടൂറിസത്തെ പ്രോത്സാഹിപ്പിച്ച് കായിക താരങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കർ, സുരേഷ് റെയ്ന, വെങ്കിടേഷ് പ്രസാദ്, സിനിമാ താരങ്ങളായ അക്ഷയ് കുമാർ, സൽമാൻ ഖാൻ, ജോൺ എബ്രഹാം, അമിതാഭ് ബച്ചൻ തുടങ്ങിയവർ രംഗത്തു വന്നു. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സേവാങ്കിന്റെ എക്സ് പോസ്റ്റ് പങ്കുവച്ചുകൊണ്ടാണ് ഈ വിഷയത്തിൽ ബച്ചൻ തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞത്. എല്ലാ വെല്ലുവിളികളെയും അവസരങ്ങളാക്കി മാറ്റാൻ ഇന്ത്യക്കറിയാമെന്നാണ് സേവാങ്ക് എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ പറഞ്ഞത്. മാലിദ്വീപ് മന്ത്രിമാർ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ പ്രധാനമന്ത്രിക്കും നേരെ നടത്തിയ ഈ കുത്തൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന വിധത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനും വിനോദസഞ്ചാര മേഖലയിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനുമുള്ള മഹത്തായ അവസരമാണ്. അധികമാരാലും പര്യവേഷണം ചെയ്യപ്പെടാത്ത നിങ്ങളുടെ ഇഷ്ടസ്ഥലത്തിന്റെ പേര് പറയൂ എന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ഇത് വളരെ പ്രസക്തവും നമ്മുടെ നാടിന്റെ ശരിയായ മനോഭാവവുമാണെന്നാണ് സേവാങ്ങിന്റെ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് അമിതാഭ് ബച്ചൻ എഴുതിയത്. ഞാൻ ലക്ഷദ്വീപിലും ആൻഡമാനിലും പോയിട്ടുണ്ട്. അതിശയിപ്പിക്കുന്ന മനോഹരമായ ലൊക്കേഷനുകളാണ്. അതിമനോഹരമായ കടൽ തീരങ്ങളും വെള്ളത്തിനടിയിലുള്ള അനുഭവവും അവിശ്വസനീയമെന്നേ പറയേണ്ടൂ. നമ്മുടെ സ്വാശ്രയത്വം ചോദ്യം ചെയ്യപ്പെടരുതെന്നും ബച്ചൻ കുറിച്ചു. മാലിദ്വീപിലെ ഹോട്ടൽ ബുക്കിംഗും അവിടേക്കുള്ള വിമാനയാത്രയും കൂട്ടത്തോടെ റദ്ദാക്കിയതിന്റെ കണക്കുമായി റിപ്പോർട്ടുകൾ വന്നെങ്കിലും സ്ഥിരീകരണമില്ല. മാലിദ്വീപിലേക്കുള്ള വിദേശ ടൂറിസ്റ്റുകളിൽ ഒന്നാമത് ഇന്ത്യക്കാരാണ്. മാലിദ്വീപിലെ പുതിയ സർക്കാർ ഇന്ത്യയുമായി അകന്ന് ചൈനയുമായി അടുക്കാൻ ശ്രമിക്കുന്നുവെന്ന സൂചനകൾക്കിടെയാണ് പുതിയ വിവാദം. ആദ്യ വിദേശ സന്ദർശനം ഇന്ത്യയിലേക്കെന്ന മാലിദ്വീപ് പ്രസിഡന്റുമാരുടെ കീഴ്വഴക്കം മുഹമ്മദ് മുയ്സു പാലിച്ചിരുന്നില്ല. ആദ്യം തുർക്കിയും പിന്നീട് UAE യും സന്ദർശിച്ച അദ്ദേഹം ഇന്ന് ചൈനയിലേക്ക് പുറപ്പെടുകയാണ്.